എന്തോ പറ്റിയ കുഞ്ഞിനെന്തോ പറ്റിയേ? ആരാ വഴക്കുണ്ടാക്കിയേ? ആരെ കാണാതിരിക്കാനാണ് ഈ പൊതച്ച് കിടക്കുന്നേ? എന്തോ കാരണം എന്തുവാ? എടാ, ഒരു ദിവസം സ്കൂളിൽ പോയപ്പോഴത്തേക്ക് നിനക്ക് ഞങ്ങളെ വേണ്ടാതായോ? എന്താ കപ്പ? ആ കപ്പ എടുത്ത് തിന്നോനെ ഇറക്കി കളയാനോ? അതിന് അച്ഛൻ നിന്റെ പ്ലേറ്റിൽ നിന്ന് ഇത്തിരി കപ്പ എടുത്തതിനാണോ ഇത്ര പ്രശ്നം? കപ്പയല്ലടാ, ചക്കയാ. ഈ അച്ഛയുടെ ഒരു കാര്യം പിള്ളേരോടൊക്കെ എങ്ങ് കുരുത്തക്കേടാ അല്ലേ അണ്ണാണി? അച്ഛയാണോ അണ്ണാണിയാണോ കുരുത്തക്കെട്ടത്? അണ്ണാണി പാവമാണോ? അപ്പൊ അച്ഛയോ? അച്ഛയാണോ അണ്ണാണിയാണോ വഴക്കുണ്ടാക്കിയേ? അണ്ണാണി. അപ്പൊ അച്ഛ പാവമല്ലേ? അല്ലേ? പിന്നെ സുലുവമ്മയുടെ എന്തിനാ വണങ്ങിയേ? അതെന്തിനാ? അച്ചാച്ചിയോടോ? എനിക്ക് കാണണം എൻ്റെ കുഞ്ഞിനെ. ആരെയാ കാണണ്ടാത്തെ? ഇതാണോ പിണക്കം? പാട്ടറിയാമെങ്കിലേ മൈക്ക് തരൂ. അല്ല, അപ്പം ആദ്യം നോക്കട്ടെ പാട്ടറിയാവുന്നെങ്കിലേ മൈക്ക് തരൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല എല്ല് കറി വെക്കുക, കാട ഫ്രൈ ചെയ്യുക. ഈ രണ്ട് ജോലിയാണ് നമുക്ക് ഇന്നുള്ളത്. അത് തന്നെ ഒന്നുമല്ല, ഇന്ന് വൈകുന്നേരം വരെ ഒത്തിരി ദിവസത്തിന് ശേഷം മഴയായിരുന്നു. മഴ കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞപ്പോൾ ഇന്നെല്ലാവരും ഫുൾ ടൈം പറമ്പിൽ ഓരോരോ പണിയിൽ ശരിക്കും തിരക്കിലായിരുന്നു. ശരിക്കും പറമ്പിൽ കാര്യം 1-2 പേര് ചെയ്താൽ തീരുന്നല്ല ഈ 2 ഏക്കർ ഭൂമിയിലെ ഈ പണികളൊക്കെ. പശുവിനെ നോക്കണം, പോത്തിനെ നോക്കണം, ബോഡോ മിശ്രിതം ബോഡോ മിശ്രിതം അടിക്കണമായിരുന്നു. അതിൻ്റെ പിന്നെ എന്താ നാമ്പ് ചീയലിനും ഇതിനുമൊക്കെ അത് ചെയ്യണമായിരുന്നു. അങ്ങനെ എല്ലാവരും തിരക്കിലായിരുന്നു. അപ്പൊ അത് പിന്നെ ഞാൻ കഷ്ടപ്പെടുക. എന്റെ ഭാര്യ എബി പോയ പിന്നെ തുണി അലക്കി അപ്പൊ ഇന്ന് വൈകിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി ഒന്ന് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി. അല്ലാതെ ഇതൊരു എന്താ പറയുന്നത് വീഡിയോ കണ്ടന്റ് അല്ല. അപ്പം വൈകുന്നേരം വരെ എല്ലാവരും നല്ല ജോലിയായിരുന്നു. അതുപോലെ ബക്രീദ് അല്ലേ, ബക്രീദ് വരുമ്പോൾ 4 ദിവസം സൗദിയിൽ ഏക അവധി കിട്ടുന്ന 4 ദിവസം റംസാനും പിന്നെ ഈദിനും പിന്നെ ബക്രീദിനുമാണ് കിട്ടുന്നത്. അതുപോലെ അതങ്ങ് ഓർമ്മ വരുന്നു വർഷങ്ങൾ കഴിഞ്ഞാലും. ഈ 4-5 ദിവസം റൂമിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ചില വർഷങ്ങളിൽ കേട്ടോ ചില വർഷങ്ങളിൽ സൗദിയിൽ ഒറ്റ ലീവില്ല, നബിദിനത്തിന് ലീവില്ല. പിന്നെ റംസാൻ്റെ 30 നോയമ്പ് കഴിയുമ്പോൾ ഒരു 4 ദിവസം, ചിലപ്പോൾ വെള്ളിയാഴ്ചയോടെ ചേർത്ത് 5 ദിവസം, അതുപോലെ ബക്രീദിന് 5 ദിവസം. അങ്ങനെ ഒരു വർഷത്തിൽ 10 ദിവസത്തെ ലീവേ ഉള്ളൂ. ഈ ഒറ്റ ദിവസത്തെ ലീവ് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് ബോറാകും. എന്തോ ചെയ്യണമെന്ന് ഒരു പിടിയില്ല, ടി വി കാണാനും പറ്റത്തില്ല, ഒന്നുമില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി ആടിൻ്റെ കാലും തലയും ഒക്കെ കറിയും വെച്ച് കൂട്ടുകാരെ എല്ലാം കൂടെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു പര്യായം. അങ്ങനെ ബക്രീദ് നമ്മൾ സൗദിയിൽ ഇരുന്ന് ബക്രീദ് ആഘോഷിക്കുന്നവരെ ആഘോഷിക്കുക. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ ഡ്രോൺ ഷോട്ട് പാട്ട് മൊത്തം പാടി ഇപ്പം ആദ്യം അവിടെ അടങ്ങി ഇങ്ങനെ ചമ്പറിനെ എന്നിട്ട് തരുന്നില്ല എൻ്റെ രംഗമില്ല. അതുപോലെ ആരാണ് തീ ഒന്ന് ഊതുന്നത്? കുഞ്ഞാപതി ക്യാമറാമാൻ തീ സെറ്റ് ചെയ്ത് ലൈറ്റും സൗണ്ടും. നാളെ മഴയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ രാവിലെ പുല്ലി എത്താൻ പോകണം. ഒരു ദിവസത്തെ പുല്ല് 1 മണിക്കൂർ കൊണ്ട് എല്ലാവരും പുല്ലി എത്തിയിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ഇരിക്കുന്നതിനെ കണ്ടില്ലയോടാ? ഇത്ര ഒരു ചെറിയ രൂപത്തിൽ നീ മാമന്റെ ഫോട്ടോ ഒന്ന് എടുത്തേ. എന്തോ അതിന്റെ കോഡ് എന്തോ അതിന്റെ ലോക്ക് എന്തോ? എടാ 10-16 കഴിച്ചു. എനിക്കറിയത്തില്ല, എനിക്ക് പറയാനേ അറിയത്തുള്ളൂ. നമ്മൾ അത്രയും മതിയോ? വേറെ അങ്ങ് പുറകെ വെച്ചാൽ മതി, അത് കത്തിക്കണം. അപ്പോൾ അതൊക്കെ വന്നാൽ മതി. ഇല്ലില്ല, കോപ്പി റൈറ്റ് വരും. അച്ചാച്ചിയെ കണ്ടുകൊണ്ടിരിക്കും. അച്ചാച്ചിയല്ലേ നല്ല വീഡിയോ. പാട്ട് പാടാമേ വെച്ചുതരാം. ഡ്രോൺ പറക്കട്ടെ.
മൈക്ക് അവിടെ കിടത്തു. മോളെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ ചെയ്തിരിക്കും മോളെ. അതുപോലെ കൂടി ഡേഞ്ചർ അവിടെ ഹലോ ഇതെടുത്ത് ചാടും ഇങ്ങോട്ട്. ടെറസിന്നോ? ടെറസിന്നല്ല, നമ്മുടെ ഗ്രോട്ടോടെ ഇവിടുന്ന്. അപ്പൊ നമ്മൾ തീർക്കും. ആ ഗ്രോട്ടോട് അവിടെ നിർത്തി ചാടി വന്നല്ലേ. ചാച്ചന്റെ മോളൊന്ന് കിടന്ന എവിടെയും പോയി. അവളെ കൂടെ കൊണ്ടോളെ പെരക്കാൻ തെറ്റി പൊട്ടിക്കും. ചാച്ചന്റെ മോളും പോയി. അച്ഛന്റെ മോൾ, ചാച്ചന്റെ മോള്. ചേച്ചി കണ്ണാടിയൊക്കെ വെച്ച് നോക്കട്ടെ. പറ ഗൈസ്. എന്തുവായിരിക്കുന്നേ? ഈ സാധനമാണ് ഞാൻ പാട്ട് വന്നേ. ഈ സാധനമാണ് അപ്പോഴ് ചോദിക്കാം, അപ്പൊ പറയാം. അപ്പഴത്തെ വീഡിയോയില് എനിക്ക് ചോദിക്ക പറയാം. ഇത് നമ്മുടെ ക്യാമറമാൻ. ആ ക്യാമറമാൻ. ആ അപ്പയുടെ കൈ കിടക്കുന്ന എന്തുവാ കാണിക്കാൻ പറ. ഈ കിടക്കുന്ന കൈ വള. ആ ഇത് പോലീസിനെ കണ്ടില്ലല്ലോ. കോജോ ഒന്നൂടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാൻ പോവാണ്. ഇതിനകത്ത് എനിക്ക് പേജ് കിട്ടും, കോപ്പറേറ്റ് കിട്ടും. ആ പറ പാട്ട് വെക്കണ്ടെന്ന്. പാട്ട് ഇനി വെക്കണ്ട, മൈക്രോഫോണിൽ വെക്കണം. മാമനോട് പോയിട്ട് വിളിച്ചോണ്ടോ. अपना गरीब खाना सुख दुख का एक सबका अपना हो या बेगाना जमाना एक ये भी है जमाना एक सबका अपना हो या बेगाना ये भी है माना एक ये भी है जमाना सुख का एक सबका अपना हो या बेगाना एक ये भी है जमाना एक ये भी है जमाना ठीक का एक घर था डाकुओं का डर था ते रूखी सूखी सोते थे नींद गहरी बरी थी आबाद थी बरी थी था दिलों में पे ना बही था कपट नहीं था आंखों में बल नहीं था वो बोले बाले लेकिन प्यार वाले उससे कितनी जल्दी रवा के ये रवाना सुख सुख का एक सबका अपना हो या बेगाना. ഈ പാട്ടിന്റെ ശരിക്കും നമ്മളെയൊക്കെ, അതായത് എൻ്റെ മുത്തശ്ശൻ്റെ കാലം മണ്ണിന്റെ ഒരു വീടോ പുൽക്കൂട് നിറഞ്ഞ ഒരു വീടായിരുന്നു. പക്ഷെ അവിടെ എല്ലാവർക്കും കൂടെ കഴിക്കാൻ ഈ പാട്ട് ആരെങ്കിലും പങ്കജദാസിന്റെ ഈ ദുഃഖ് സുഖ എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ, കറക്റ്റ് ഉറുദു അറിയാവുന്നവർക്കും ഹിന്ദി അറിയാവുന്നവർക്കും, അത് ശരിക്കും എൻ്റെ ജീവിതം വരച്ചു വെച്ചേക്കുന്ന പോലെ ആ പാട്ട്. മുത്തശ്ശൻ്റെ കാലം, വീട് നിറച്ച ആള്, ഒന്നുമില്ല കഴിക്കാൻ, മണ്ണിൻ്റെ ഒരു വീട്. പക്ഷേ കള്ളന്മാരുടെയോ ഒന്നിൻ്റെയോ പേടിയില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ പറയാതെ ആനമൃഗങ്ങളുടെയോ കാട്ടുമൃഗങ്ങളുടെയോ ഒന്നും പേടിയില്ലായിരുന്നു. പിന്നെ അച്ഛൻ്റെ കാലം വന്നു, അച്ഛനൊരു ജോലി കിട്ടി, ഗവൺമെൻറ് സർവീസായി, കുറച്ച് കാര്യങ്ങൾ വന്നു, ഒരു ചെറിയ വീടായി. അത് കഴിഞ്ഞ് എൻ്റെ സമയമെത്തി, അപ്പോഴത്തേക്ക് നല്ല വീടായി, കാര്യങ്ങളായി, സെറ്റപ്പായി, വീട്ടിൽ ജോലിക്ക് പേരിടാന്നതിൽ ഒരാളായി, കാറുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും സുഖമില്ല, എല്ലാവരും പ്രശ്നങ്ങളിലാണ്. പക്ഷേ നമ്മൾ മാത്രം ഇങ്ങനെ. അപ്പം അങ്ങനെ ഭയങ്കരമായൊരു പാട്ടാണ്. ഭയങ്കരമായിട്ട് പാട്ട്. ഞാൻ എപ്പോൾ സ്വസ്ഥമായിരുന്നാലും ഈ പാട്ട് കേൾക്കും. പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹം മരിച്ച വിവരം ഞാൻ വളരെ കഴിഞ്ഞായിരുന്നു. ഞാനെല്ലാം 84 തൊട്ട് നയാബ് എന്നുള്ള കാസറ്റ് ഇറങ്ങുന്ന കാലം തൊട്ട് ഞാൻ പങ്കജദാസിൻ്റെ ഏറ്റവും വലിയൊരു ആരാധനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏത് കാസറ്റും, അന്ന് മറ്റേ ടി സീരീസിൻ്റെ കാസറ്റ് ഉണ്ട് നമ്മുടെ, ഏതാ ചാന്തി ജയ്സാ രംഗ, നിനക്കറിയാവുന്നതല്ല ഉള്ളൂ. പിന്നെ ഇതറിയത് ചിട്ടി ചിട്ടിയായി, അത് നിനക്കറിയാം. ആഹിസ്ത കീജി ബാത്തേ ധഡ്കനെ കോയി സുൻ രഹാ ഹൂ, അല്ലയോ? അതൊക്കെ ഭയങ്കര ഒരു വർഷം കഴിഞ്ഞ വർഷം പങ്കജദാസ് കഴിഞ്ഞ വർഷം ഭയങ്കര എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് കിച്ചു പുറത്ത് പോവാ, ഞാനും പോവാ. ഇവിടെ പരിപാടികളൊക്കെ നടക്കട്ടെ. അത്രേ ഉള്ളൂ. അല്ല, അത് അതിന് അടിയിലേ അവനെ പഠിച്ചെടുക്കണ്ടേ? അതിലാ സത്ത. അത് മൊത്തം എത്ര എടുക്കാമോ അത്ര എടുത്തിട്ട്
എല്ല് കറി ഞങ്ങൾ സീതത്തോട്ടിൽ പോയിട്ട് വന്നു. ഇവിടെ ഇപ്പോൾ കാട ഫ്രൈ ആകും. അച്ചാക്കിക്കായി കപ്പ കൊണ്ടത്തന്നു. എന്തായാലും നിനക്കൊന്നും ഇഷ്ടമല്ല എനിക്കറിയാം. അത് വെള്ളം ഇട്ടാ നീ അവിടെ അടച്ചു പോയി. ഞാൻ പറയാം. ഇതിനാ വെള്ളവും മസാല എല്ലാം ഇത് നല്ല ഇത് ഇതിലാണ് അതാണ് തീ കുറച്ചേക്കുന്നത് ഉണ്ടോ. ഇതിങ്ങനെ ഇതിലൊന്ന് പിടിക്കണത് ഇവിടെ തരാം. എന്താ ഒന്ന് നീ തിന്ന് നോക്കണം. അല്ല പകുതി ഇങ്ങനെ പാൽപ്പേട മധുരം അത്രയും ഓർമ്മ അച്ഛൻ്റെ വായി വെച്ചോ. സുലമ്മയുടെ മുറുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛക്ക് കൊണ്ട് കൊടുത്തേ. ഞാൻ വെച്ചിട്ട് പോയ സാധനമല്ലേ. ആരാ പിന്നെ തുറന്നിട്ടേ? എന്നാ നീ ഒന്ന് അടച്ചേ മോനെ. അത് നടച്ചടാ. അല്ല കൊതു കയറിയിട്ട് എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. അച്ചാച്ചിക്ക് കൊതുക് തിരി വെച്ച് തരും. ആ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? സന്തോഷമില്ല, സന്തോഷം മാത്രം. പിന്നെ എല്ലാവരുടെയും വിമർശനങ്ങൾ ശിരസ വഹിക്കുന്നു, തിരുത്താവുന്നു ഒക്കെ ഞങ്ങൾ തിരുത്തും. പക്ഷെ ഞങ്ങൾ കുഞ്ഞ് ഗ്രാമീണരാണ്, ഒന്നും ഒളിച്ചു വെക്കാനില്ല. പിന്നെ ചെയ്യുന്നത് ചെയ്യത്തില്ലെന്നും പറയത്തില്ല, ചെയ്യരുതാത്തത് ചെയ്തെന്നും പറയത്തില്ല. രാത്രിയിലാണ് ഇവിടെ തൊട്ട് മേളിൽ 100-300 മീറ്റർ മേളിൽ കടുവൊക്കെ വന്നെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കും പോകാൻ പറ്റത്തില്ല. രാത്രി ഞങ്ങൾ പറമ്പിൽ തന്നെ ഇരിക്കണമെന്ന്. അല്ലേ 10-70 വർഷം മുമ്പ് ഇവിടെ വന്ന് ജീവിച്ചവർക്ക് കടുവായും പുലിയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഇത്ര ആധുനിക സൗന്ദര്യം വന്നപ്പോഴാണ് കടുവയെങ്കിൽ ആ കടുവയും പുലി എനിക്കൊന്ന് കാണണമല്ലോ. അല്ല എൻ്റെ കിടൂന്ന് പട്ടിയുടെ കാൽപ്പാട് നമ്മുടെ ലൂക്ക ഇവിടെ ഇല്ലായിരുന്നല്ലോ. ലൂക്കയുടെ കാൽപ്പാട് കണ്ട് കടുവയുടെ കാൽപ്പാടൊന്നും ഇല്ല. എൻ്റെ മൂടലയിൽ ഏതോ പുഴു വന്ന് കടിക്കാൻ നിന്ന്. പിന്നെ എൻ്റെ മഞ്ചാടിയുടെ മൂത്രവും കാന്താരി മുളകും പിന്നെ വേപ്പിലയും കൂടെ അരച്ച് ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഈ അടിച്ചേക്കുന്ന മരുന്നില്ലേ ആ മുറുക്കോ ആണോ? ചുമ്മാ പറ്റിച്ചാടാ പോന്നെ. ആരാ പറഞ്ഞേ? എന്തുവാ പറയണ്ടേ? ആരാന്ന് പറഞ്ഞ മാമൻ തിന്നെന്ന്? മാമൻ പറഞ്ഞോ മൊത്തം മാമൻ തിന്നെന്ന്? അപ്പയ്ക്ക് മരുന്നെടുത്തുണ്ടോ? മാമനോട് എന്ന് പറയാം അപ്പയ്ക്ക് മരുന്നും എടുത്ത് കുഞ്ഞിനൊരു മുറുക്കും തരാനപ്പോൾ പറഞ്ഞെന്ന്. ആ ക്യാരറ്റ് തിന്നാൻ കൊണ്ട് വെച്ചാന്നോ? കഴുകിയായിരുന്നു മോനെ. ചേച്ചി കഴുകി വെച്ചതാ. എന്നാലും ഒന്നുകൂടെ മുറുക്കില്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് തിന്നും. ഇല്ല നമ്മൾ പച്ചക്കപ്പ തിന്നും. ഇല്ല നമ്മൾ കരിക്ക് വെട്ടി കുടിക്കും. ഇല്ല മോൻ പോയി പെറുക്കി മൊത്തം എന്താ പറയാ അവരോട് കെട്ടിയ മൊത്തം പട്ടിക്ക് കൊടുക്കും. അതുകൊണ്ടാണ് മോന് കാര്യം ചെയ്തേ. മോൻ പോയി പ്രാഷൻ പൂട്ട് പറിച്ച് എന്ത് വന്നേ അച്ചാച്ചിക്കൊന്ന് കഴിക്കാൻ. മോന് തന്നെ പിരിക്കാൻ കരിക്കില്ലയോ? ഒരെണ്ണം നീര് പിരിക്കാമോ ഇപ്പോൾ പോയി? അല്ല 2 മുട്ട എടുത്തോട്ടോ, നമുക്ക് പുഴുങ്ങി തിന്നാം. നമുക്ക് എന്തിനാ ഈ പരിപ്പും നെയ്യും ഒക്കെ ചുരുട്ടി ചോറുണ്ടെന്നേ? നമുക്കിതൊക്കെ വയറ് നിറച്ച് തിന്നാൻ ഇഷ്ടമുള്ള സാധനം ഉണ്ടല്ലോ. നീ സുലമ്മ വിളിച്ചോണ്ടോ? നീ സുലമ്മ എന്താ വിളിച്ചോണ്ട് വരാഞ്ഞേ? പറയാ സുലമ്മ വിളിച്ചോണ്ടോ? അപ്പൊ വിളിക്കുന്നെന്ന് പറ. ആരോട് പറ? കണ്ടോ പടവലോ ചേച്ചി? ഇത് അതല്ല മോളെ, ഇത് കാക്കടി. കക്കരിയാ? വെള്ളം എന്ന് പറഞ്ഞില്ലയോ? അല്ലെന്ന് വെള്ളം എന്ന് പറയുന്ന ഗ്യാപ്പിൽ എടുക്കുന്ന സമയത്ത് 3 പ്രാവശ്യം ചോദിക്കും. അണ്ണാണിയുടെ വെപ്രോളം അങ്ങനെ അവന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ മോനെ അജയെ വിളിക്കുന്നേ? എങ്ങനാ കേട്ടില്ല? എങ്ങനെ പറഞ്ഞേ? എങ്ങനെ? ആ അത് തന്നെ ഒന്നും പിന്നെ മനസ്സിലാകത്തില്ല. അത് അങ്ങനെ ഇരിക്കില്ല മോനെ, അത് പൊട്ടും. പിടിക്ക ചാച്ചി. ഇനി ഇവനെ എനിക്ക് വേണ്ട. എന്റെ കയ്യെ തല വെച്ച് എവിടെ 3 തലമുറയാ. 3 തലമുറ കിടക്കുന്ന നോക്കിയേ. മാറാങ്ങോട്ട്. എന്റെ മോന്റെ അടുത്ത് ഞാൻ കിടക്കട്ടെ. എന്റെ മോനാ. അയ്യോ കിടൂന് മോനില്ല. കിടൂന് മോനില്ല. കിടു ചാച്ചിയുടെ മോൻ അണ്ണാണി, അണ്ണാണിയുടെ മോൻ നീ. നിനക്ക് മോനില്ല. നിന്റെ മോനാരാ? ഞാൻ എന്റെ മോന്റെ അടുത്ത് കിടക്കട്ടെ. നീ എന്താ എന്നെ അടിക്കുന്നേ? നീ എവിടെ പോക്കോ? ഞാൻ എന്റെ മോന്റെ അടുത്ത്. ആർക്ക് വേണേ?
അടാ കഴിക്കാനുള്ളത് അതിനകത്തിരിക്കുന്നേ. കെട്ടിപ്പോങ്കറും എടി കട്ട് ചെയ്തേ വെറുതെ പറയാം. കാറ്റിന്മേലഞ്ചാറ് അപ്പുപ്പന്താടി നല്ലത് നോക്കണോ? പറ്റിപ്പോ പറ്റത്തില്ല. പിച്ചുന്നോടാ പിച്ചുന്നോടാ. ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് കിടക്കുന്നത് നിനക്ക് എന്നാടാ കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ ഞാനും എൻ്റെ അമ്മൂമ്മോളും കൂടെ നാളെ മലപ്പുറത്ത് പോയിട്ട് ഞാൻ കൊടൈക്കനാലിൽ പോവാം. ഞാനും എൻ്റെ അമ്മൂമ്മോളും കൂടെ കൊടൈക്കനാലിൽ. എൻ്റെ അമ്മൂമ്മോള് മിന്നും മിനിങ്ങി ഒന്ന് പാടിക്കേ. കിടു എമ്പുരാൻ അവിടെ മിന്നാമിനിങ്ങനെ പിടിച്ചതാ. കിടന്നോണ്ട് തിന്നണ്ട, കിടന്നോണ്ട് തിന്നല്ലേ. കിടു എന്തറിയോ സ്റ്റീഫൻ നമ്മൾ അതാണ് ഇടയ്ക്ക് പറഞ്ഞേ. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ലേ സാർ. മന്ത്രമേ മാരി മാമൻ തന്നാന് അപ്പോഴാശാവും പെയ്യും നിന്ന മാമൻ തന്നാന് അപ്പോഴാശാവും പെയ്യും നിന്ന മാമൻ തന്നാന്. ആയിരം നദിയും ആയിരം മതിയങ്ങളോ അടുക്കളും കേടുന്നു നോറ്റുന്നു കാക്കുന്നു വാട്ടുന്നു താരാദിവമ്മ വിദേശാളെ എമ്പുരാടേ എമ്പുരാടേ എമ്പുരാനേ എമ്പുരാനേ. കണ്ണോട് കണ്ടപ്പ കണ്ടെത്തിനാൻ ആടിയ താരകൾ പൂത്തുനിന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുത്തിലഞ്ഞു. കാണാതെ വയുന്ന തോന്നലായി കണ്ടിട്ടും പോരാനായി തൊട്ടപ്പള്ളാസ്മാനെ തേർന്നടഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമില്ല കള്ളത്തേരങ്ങളെ തുള്ളികളാൽ കണ്ണനാവും പൊണ്ടലായി മിന്നലിൽ കൊമ്പലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണരകെ എത്തിത്തോടാൻ എത്തുമില്ല മാറുമില്ലാണ് നീ. താഴ്ക്കകത്ത് സെറ്റ് അമ്പിളിമാമൻ. എടാ അമ്പിളിമാമനും കിടുവിന്റെ മാമനും ഒരുമിച്ചൊരു ഫ്രെയിമി. ഓരോരുത്തരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടാക്കുന്നു. ഇവിടെ ഇരുന്ന് കഴിക്കുന്നു, ചിന്നു നോക്കി നിൽക്കുന്നു. അണ്ണാണി അവിടെയുണ്ട്. അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഗൈസ് എന്തെങ്കിലും പറയാനുണ്ടോ? മഴ വരുന്ന കാലാവസ്ഥ റിപ്പോർട്ട് വന്നിട്ട് പോയതാ. പാവയ്ക്കാണ് ഇപ്പോൾ ഒന്ന് കുത്തിയിടാൻ കൂടി പുഴു കുത്താതെ. എവിടെ? ഇവിടെ നാളെ അച്ചാച്ചി ഈ ബീഫ് മറ്റേ ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റിയിടാ ചട്ടി വെച്ചാലോ? കുഴപ്പമില്ല, അത് വെച്ചോ കമത്തിക്കോ കുഞ്ഞ്. അവൻ്റെ അവിടെ കത്തിക്കാം നല്ലതാണ്. അടച്ചിരുന്ന് വെന്ത് കൊടുത്തിരിക്കും. വെള്ളരിക്കയല്ലേ അത്? വെള്ളരിക്കല്ലേ ഇത് കാട്ടി മറ്റേ അപ്പയ്ക്ക് എല്ലാം മഞ്ഞയും മാംസമൊക്കെ ഇറങ്ങുന്നത്. അല്ല തീർന്നില്ല ഭക്ഷണത്തിന്. അത് കൊള്ളാം. അവിടെ നനഞ്ഞാലും എണീറ്റാലും കിടുവിന് ഞാൻ അടുത്തോളല്ലോ ഒന്ന് ഞാൻ ശരിയാക്കുന്നു പറഞ്ഞ ഭയങ്കര ഓട്ടം. ചെടി നട്ടു വെച്ച അതിനകത്തോട്ടെല്ലാം എത്ര പോയി നോക്കി അച്ചാച്ചി കൊണ്ടിറങ്ങി വരട്ടെ. ഇനിയിപ്പോ എന്തിനാ അവിടെ പോയെ? മണപ്പിച്ച് നോക്കുന്നത് എന്തിനാടാ അച്ഛ? ഇഷ്ടമൊക്കെ ഉണ്ട്. ഉണ്ണയും വേണ്ട കപ്പയും വേണ്ട. ഉമ്മയും കപ്പയായിട്ടെന്ന് തോന്നും. ഇങ്ങോട്ട് വെക്കുമ്പോ നല്ല രസമായിരിക്കല്ലോ. അച്ഛൻ കത്തിപ്പോ പേടിച്ച് കരഞ്ഞ് ഇപ്പം കാര്യം തന്നെ ഓടിക്കല്ലോ. ഒരു ഉമ്മ കൊടുക്കണേ? ഞാൻ കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കത്തില്ല. അതോ ഈ ചെടിച്ചാണോ? ആണോ? നോക്കട്ടെ. അച്ഛനെ പൊന്നാരാന്ന് പറ. ആരെയൊന്നും ഐസ്ക്രീം മേടിച്ചില്ല ശബരിന്ന്? അച്ഛനെ പൊന്നാരാ? അച്ഛനെ പൊന്നാരാ പറയടി. എഴുന്നേക്കല്ല അവിടുന്ന്. എഴുന്നേറ്റ ഫോളോ അടിയാ. എഴുന്നേറ്റ കുഞ്ഞാവേ വെടിക്കടാ. നീങ്ങി അവിടെ ഇരിക്കും. കൊണ്ടുകൊടുത്തോണ്ട്.
നമുക്ക് അടുപ്പ് മുമ്പിൽ മാറ്റാം. ചേഞ്ച്. ഒന്നുകൂടെ വരും. ആറണമല്ലേ ഒന്നുകൂടെ. എവിടെയാ കുറച്ച് മുന്നേ മോൻ പോയില്ല മുറുക്കെടുക്കാൻ. അപ്പം അച്ഛ അപ്പ വഴക്ക് പറഞ്ഞു. അതിന് മുമ്പിനെ പറന്നു വരുമല്ലായിരുന്നു. അപ്പം പിന്നെയും പറഞ്ഞു ഞാൻ വരുമില്ലായിരുന്നു. മൂക്കെടുക്കാൻ പോയപ്പോ മുറുക്കെടുക്കാൻ പോയപ്പോൾ ആയല്ലടാ. എവിടെയെങ്കിലും പോകുന്ന വഴിക്കുണ്ടല്ലോ 10,000 6,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു മുട്ടനാടിനെ കൊണ്ടുവരാൻ മസാല ദോശ ഉണ്ടാകും, കാര്യം ഉണ്ടാകും. ഇല്ലെങ്കിൽ അതിന് അടിയിൽ തീ ഇട്ട് കൊടുത്തേക്കുണ്ടല്ലോ, വാഴയിലെ പോയി ഞാൻ കല്ല് ചൂടാക്കി കഴിഞ്ഞ് മീൻ പൊള്ളിക്കാം. ഇല്ലേ പിന്നെ നമ്മുടെ വീണിതല്ലോ കിടക്കുന്നു ധർണയിൽ. അവളെ കയറ്റിയാൽ ഇവന്റെ മുമ്പിൽ പറയാൻ പറ്റത്തില്ലടി എനിക്ക്. ചൂടാ പൊള്ളി പൊള്ളും. കൈ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം. വേണ്ട വേണ്ട പൊട്ടും വെള്ളം. നമുക്ക് ഇങ്ങനൊക്കെ ഒരു ലോകം ഉണ്ടായിരുന്നു നിനക്കറിയാം, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോടാ? എന്തെല്ലാം ചട്ടക്കൂടുകള്. എന്നാലും നീ ചിന്തിക്കുന്നുണ്ടോടാ? എടാ ഇങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ ഈ കാടിനുണ്ട്. നീ പണ്ട് വന്നിട്ടുണ്ട്. എപ്പോഴാ? ഒരു 10-18 വർഷമായില്ലോടാ. നിന്റെ അച്ഛൻ്റെ കാല് ചളയൊക്കെ ഉണ്ടല്ലോ. തുമ്പി കുഞ്ഞിന്റെ ഒക്കെ കൂടെ നീ ഇവിടെ വന്നില്ലയോ? തുമ്പിക്കുഞ്ഞോ? ഇല്ല മോനെ, അങ്ങനല്ല. ഞാനൊരു കാലം ചോദിക്കണം. ഇവനിവിടെ വന്നിട്ടുണ്ട്. അത് അച്ചാച്ചി സമ്മതിക്കുന്നില്ല. പക്ഷേ എത്രയോ ഒരു കാലം മുമ്പ് നമ്മളെ ആരും അന്വേഷിക്കാത്ത ഒരു കാലത്ത് ഇവിടെ വന്ന നമ്മുടെ ബന്ധുക്കൾ ഇപ്പൊ കിച്ചു എല്ലാവർക്കും പ്രശ്നം. കിച്ചു എന്താ ഇവിടെ നിൽക്കുന്നു എന്ന്. പക്ഷെ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇവിടുത്തെ പട്ടിയും കാര്യങ്ങളും ഒക്കെ അറിയാം. അവന്റെ മനസ്സിൽ ഇത് ആദ്യത്തെ കല്ല് രണ്ടാമൊരു കല്ലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യത്തെ കല്ലുള്ളപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഓർമ്മയില്ല. ആദ്യം ഇവിടെ എന്തോ കൃഷിയായിരുന്നു. ആദ്യം മൽബറി ഉണ്ടായിരുന്നു. റബ്ബർ മൽബറി പുഴുവെള്ളപ്പം വന്നിട്ടുണ്ട്. റബ്ബറുണ്ട്. മൽബറി ഉള്ളപ്പോൾ നീ മോൻ വന്നിട്ടില്ല. അവർ പുഴുവെള്ളപ്പം. പുഴുവെള്ളപ്പം. പിന്നെ അത് കഴിഞ്ഞ് കോഴി. പിന്നെ അത് കഴിഞ്ഞ് ആട്. ആ സമയത്ത് ആട് കഴിഞ്ഞ പിന്നെ കുറെ പിന്നെ കാട. പിന്നെ കാട. ഇതൊക്കെ അവൻ കണ്ടിട്ടുകൊണ്ട് കാര്യമുണ്ട്. അവന് ഈ സംഭവം അറിയാം. പക്ഷെ അവൻ ഈ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മാത്രം അവന് നിയമത്തിന്റെ യാതൊരു ബന്ധങ്ങളുടെയോ കുടുംബ ബന്ധങ്ങൾ പറയുമ്പോഴേ ഞാൻ ഓരോ തുമ്മലിലും അമ്മയെന്ന് വിളിക്കുന്നതിൻ്റെ ഫലമായിരിക്കും എൻ്റെ അമ്മയുടെ 2 ആങ്ങളമാരുടെ കൊച്ചുമക്കളും ഒരുത്തി സ്ഥിരമായിട്ടും. ഇത് പെർമനന്റ്. അമ്മു എൻ്റെ അമ്മാവൻ്റെ കൊച്ചുമോളാണ്. അതുപോലെ ഈ കണ്ണാപ്പിനും അതുപോലെ നമ്മുടെ കിച്ചും എൻ്റെ അമ്മാവൻ്റെ ഒരു കൊച്ചുമോനാണ്. അപ്പോൾ ഇവരൊക്കെ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഒന്ന് ജീവിക്കട്ടെ. ഞാൻ ഒരേ കാലം ഒറ്റപ്പെട്ട് ജീവിച്ചില്ലയോ. ഇനി എനിക്ക് ഒറ്റപ്പെടില്ല. ഞങ്ങൾ ആരും ഇല്ലാതെ ജീവിച്ച. പക്ഷേ ഇപ്പോൾ എനിക്ക് ആരെക്കാട്ടിലും കൂടുതൽ ആൾക്കാരുണ്ട്. പിന്നെ പറയുന്നവരൊക്കെ പറയുമ്പോൾ എപ്പോഴും വലിയൊരു അധികാരവും അവകാശവും എന്തൊക്കെയോ ഒരു സ്വപ്നമാണ്. എനിക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അത് ഇവനെ തന്നെ. അതുകൊണ്ടാണ് ഇവന് ഞങ്ങൾ ഭാഗത്തുനിന്ന് പേരിട്ട്. ചിഹ്നമൊക്കെ ഞങ്ങൾ വേലി കെട്ടൊന്നും ഇല്ലാത്തപ്പോഴല്ലോ ഇവിടെ മൊത്തം കപ്പയിട്ട് ഞാൻ ഇവിടെ കിടക്കും. ചിഹ്നം എൻ്റെ കാറ്റോട്ടി കിടക്കും. എന്തായാലും ഒരു അനക്കം കേട്ടാൽ ഇവിടെ ഒറ്റക്ക് വരാം. ബാക്കി എൻ്റെ കല്ലും പപ്പി മലയായ മല മുഴുവൻ പോകും. ഇവിടെ വന്ന് എൻ്റെ കാറ്റോട്ടി കിടക്കും. മടിച്ച് ഇപ്പോഴും അവളത് തന്നെ കണ്ടോ. കല്ലൂന് വിളക്കാട്ടി പ്രായമുണ്ടോ? ഈ അല്ല ഏറ്റവും പ്രായമൊക്കെ ഇവിടെ കല്ലു ഞാൻ സീനിയർ സിറ്റിസൺ. സുലു ദീപ്തി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലെ പ്രായം കൂടി ഇവിടെ. അപ്പം ഞാൻ വരുമ്പോഴൊക്കെ ചിഹ്നുണ്ടോ? ഇല്ല ചിഹ്നമില്ല. ചിഹ്നെ കണ്ട ഓർമ്മ എനിക്കില്ല. അവക്കറിയാം. അവക്ക് അവിടെ കാലം നനയാൻ ചെളി പിടിക്കുന്നത്. നീ എന്നെ കണ്ടിട്ടുണ്ടോ? പുഞ്ചിരിയിലുണ്ട് എല്ലാം. രണ്ടാമത് മസാല ഇട്ടില്ലേ? കൊടുത്തു.